സ്റ്റാർട്ട് ചെയ്തോളൂ മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളും? സുഖല്ലേ എല്ലാവർക്കും? സുഖം, സന്തോഷം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. രാവിലെ മഴയുണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും നോക്കാതെ മടിയൊന്നും ഇല്ലാതെ രാവിലേക്ക് എണീറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് വിമ്പിൾ അക്കാഡമിയിലെ സാരഥിമാർക്ക്, ഫൈസൽ സാറ്, അതുപോലെ നമ്മുടെ സജിന മാം, ഇവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ് ആദ്യമായിട്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താ? ടേമിങ് യുവർ ടെമ്പർ, അല്ലെ? എന്താണ് അതായത് ദേഷ്യം. എല്ലാ ജീവികൾക്കും ഉള്ളൊരു വികാരമാണ് ദേഷ്യം, അല്ലെ? നവരസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ പറയാം. മറ്റുള്ള വികാരങ്ങളെ പോലെയല്ല ദേഷ്യം. അത് കൂടുതലാവാനും പാടില്ല, തീരെ കുറയാനും പാടില്ല, അത്യാവശ്യത്തിന് വേണമെന്നാലും എന്നാൽ വളരെ കൂടുതലാവാനും പാടില്ല. അങ്ങനെ ഒരു വികാരമാണല്ലേ ദേഷ്യം. അപ്പൊ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും നമ്മൾ മറന്നു പോകും. പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ഓരോ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന നിലക്കാണ് പല ക്ലാസ്സുകളും നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കുമ്പോ ഇതൊക്കെ ഇത്ര ഉള്ളായിരുന്നു, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് എന്തൊക്കെയാന്ന് ഒന്ന് നോക്കാം, അല്ലെ? നിങ്ങൾക്ക് ദേഷ്യം വരാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ജീവിതത്തിൽ ദേഷ്യം അനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഈ ഗ്രൂപ്പില്? ഇല്ല അല്ലെ? രാജി പറയുന്നില്ല. ദേഷ്യം പൊതുവെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ദേഷ്യം വരുന്നത് എപ്പോഴാണ് ദേഷ്യം വരാറുള്ളത്? ആരെങ്കിലും ഒന്ന് പറയോ? ദേഷ്യം തോന്നുന്നത് എപ്പോഴാണ്? പല സമയങ്ങളിലും ദേഷ്യം വരാറുണ്ട്. ചിലര് നമ്മളെ അനാവശ്യമായി ഹർട്ട് ചെയ്യുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ വിചാരിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും ഒക്കെയാണ് ദേഷ്യം വരിക. പിന്നെ പലർക്കും പലതിനുമാണ് ദേഷ്യം വരിക. കോമൺ ആയിട്ട് കാരണങ്ങൾ പലപ്പോഴും ഉണ്ടാവില്ല. ശരിയാ, കാര്യം ഒന്നുമില്ല, കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം, അങ്ങനെയാണ് സ്നേഹത്തിന്റെ കിടപ്പ്, അല്ലെ? ചിലർക്ക് നന്നായിട്ട് ദേഷ്യം വരും, ചിലർക്ക് അതിനെ കുറച്ചൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും, അല്ലെ? ഈ ദേഷ്യത്തിന്റെ കാര്യം കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്നത്? ചിലപ്പോ നമ്മുടെ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന നല്ല ബന്ധങ്ങൾ തകരാൻ ഒരു നിമിഷത്തെ ഒരു ദേഷ്യപ്പെട്ടുള്ള ഒരു വാക്കോ പ്രവർത്തനോ മതിയാവും, അല്ലെ? മിണ്ടിയ ദേഷ്യം, അല്ലെ? ചിലർക്ക് മിണ്ടിയ ദേഷ്യം വരും. കാരണമൊന്നും വേണ്ട ദേഷ്യം വരാം. കുട്ടികൾക്കാണെങ്കിൽ അവരെന്തെങ്കിലും ചെറിയ സാധനം കിട്ടാത്ത, ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പീരിയഡ്സ് ടൈമിൽ ചിലർക്ക് ദേഷ്യം കൂടും. അങ്ങനെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം കൂടും. പക്ഷെ ഈ ദേഷ്യം കൊണ്ട് വരുന്നത് എന്താണ്? ജീവിതം ഒരു ചെറിയ ദേഷ്യം കൊണ്ട് ഒരു വലിയ നഷ്ടം, ബന്ധങ്ങൾ ശിഥിലമാകും. മെയിൻ പ്രശ്നം അതാണ്, നമ്മളെ ബന്ധങ്ങൾ ശിഥിലമാകും. ചെറിയ ദേഷ്യം കൊണ്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് കരയാനും സങ്കടപ്പെടാനും ഒക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെ? ഇപ്പോ കുറച്ച് മുന്നേ കുറച്ചധികം ഒരു സൗദി അറേബ്യയില് വർഷങ്ങളായിട്ട് ഒരു റൂമിൽ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന രണ്ട് ഫ്രണ്ട്സ്, അവര് ഒരു ജ്യേഷ്ഠൻ അനിയൻ എന്ന നിലക്ക് അതുപോലെ കഴിഞ്ഞിരുന്ന ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. അത്ര മെന്റൽ പീസ് അനുസരിച്ചാണ് പോകുന്നത്. അപ്പോ എന്തോ ഒരു വാക്കില് കുറച്ചു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, അവര് ദേഷ്യപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടു. ഒരു നിമിഷത്തെ ഒരു ദേഷ്യം സഹിക്കാൻ വയ്യാത്തതിന്റെ പേരില് ഒരാള് കിട്ടിയൊരു കമ്പി എടുത്തിട്ട് ഇയാളെ തലക്കടിക്കുന്നു. പക്ഷെ അടിച്ചപ്പോ അയാൾ ഓർത്ത് കാണില്ല അതൊരു സീരിയസ് ആയി അടിയാകും, അയാളെ മരണത്തിലെത്തുന്നു. എന്തായാലും അടിച്ചു, അയാൾ സ്പോട്ടിൽ മരിച്ചു, മറ്റേയാള് ജയിലിലായി. ഇതെന്താണ്? ഒരു നിമിഷത്തെ ഒരു ദേഷ്യം അടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെ? എല്ലാ ജീവികളിലും ദേഷ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് അപകടങ്ങൾ വരുത്തുന്നത് മനുഷ്യരിൽ ആണെന്ന് മാത്രം.
ചെറിയ ദേഷ്യങ്ങൾ പ്രശ്നമില്ല. അപ്പൊ വീട്ടില് ഏത് സമയവും നമ്മൾ കുടുംബങ്ങളുമായിട്ട് ഒന്നിലും ദേഷ്യപ്പെടാതെ ഇരിക്കും അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ ദേഷ്യം വേണ്ടി വരും. സ്നേഹമുള്ളിടത്തെ ദേഷ്യം ഉണ്ടാവും എന്നാ പറയുന്നത് അല്ലെ. എന്നാൽ ആ ദേഷ്യം ഏത് സമയവും പരിഭവം പറഞ്ഞും കുറ്റപ്പെടുത്തിയിട്ടും അങ്ങനെയാവുമ്പോഴാണ് അതൊരു സുഖമില്ലാത്ത ദേഷ്യമായി വരുന്നത് അല്ലെ. നമ്മൾ എപ്പോഴാ വഴക്കിടുക? നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ വഴക്കിടും. വഴക്കിടുന്നതോ അല്ലെ, ദേഷ്യം വരുമ്പോ വഴക്കിടുമ്പോ ദേഷ്യം ഉണ്ടാവും, ദേഷ്യപ്പെടുമ്പോ നമ്മൾ വഴക്കിടുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ദേഷ്യത്തിന്റെ കാരണങ്ങൾ? നമുക്ക് ആദ്യം നോക്കാം. ചെറിയ ഒന്ന് രണ്ട് കാരണങ്ങളുള്ളൂ അല്ലെ. നമുക്ക് എന്താണ്? നിരാശ. ജീവിതത്തിൽ ഒരു നിരാശ വരുമ്പോ നമുക്കത് ആ നിരാശ ദേഷ്യമായിട്ട് വരാം അല്ലെ. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒന്നും നടക്കാതിരിക്കുക, നമ്മുടെ ജോലിയിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരിക, ജോലി നഷ്ടപ്പെടുക, ജോലിയുള്ള പരാജയം, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ദേഷ്യം വരാം. അതുപോലെ മെയിൻ ചിലർക്ക് ട്രാഫിക്കിൽ വണ്ടി ബ്ലോക്കായി ഇരിക്കുമ്പോ ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും, ഡ്രൈവർമാർക്ക് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നിരാശകളൊക്കെ ജീവിതത്തിൽ വരുമ്പോ നമുക്ക് ദേഷ്യം വരും. പിന്നെ അതുപോലെ നമ്മുടെ ടെൻഷനുകൾ അല്ലെ, ജോലിയുടെ ടെൻഷന്, നമുക്ക് കുടുംബത്തിലൊക്കെ പല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാത്രം ഏറ്റെടുത്ത് ചെല്ലേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ ഒരു നട്ടം തിരിച്ചിൽ എന്ന് പറയും അല്ലെ, ഒരു ടെൻഷൻ. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോ എന്താണ്, നമുക്ക് ദേഷ്യം വരും. പിന്നെ അതുപോലെ എന്താ പറയാ, അനീതി, അതിനൊക്കെ പറയല്ലേ, നമുക്ക് മറ്റുള്ള ഒരാളുടെ ഒരു അന്യായമായ പ്രവർത്തനം കാണുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അപ്പൊ നമുക്ക് ദേഷ്യം വരും. അതുപോലെ നമ്മളെ ആരെങ്കിലും അവഗണിക്കുമ്പോൾ, നമുക്കൊരു വില തരുന്നില്ല, നമുക്ക് അവരുടെ സ്ഥാനം തരുന്നില്ല, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ ആ സമയത്ത് നമുക്ക് ദേഷ്യം വരും. പിന്നെ അപമാനിക്കുക, ഏറ്റവും ദേഷ്യം വരുന്നൊരു സമയമാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കുക. ഒന്നും വേണ്ട, നീ ഇത്രേ ഉള്ളൂ എന്ന് ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപമാനം. ആ സമയത്തും നമുക്ക് നന്നായി ദേഷ്യം വരും. ഇതൊക്കെ നമ്മുടെ പുറമേ കാണുന്ന ദേഷ്യങ്ങളാണ് അല്ലെ. എന്നാൽ നമുക്ക് ഉള്ളില് പുറമെ കാണാത്ത സമയത്തും ദേഷ്യം വരും അല്ലെ. മാനസിക സംഘർഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അതൊക്കെ എപ്പോഴാണ്? നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് വരുമ്പോ, എനിക്കൊന്നിനും പറ്റുന്നില്ലല്ലോ, അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയൊക്കെ ആവുമ്പോഴും നമുക്ക് ഉള്ളിൽ ചെറുതായിട്ട് ദേഷ്യം വരും അല്ലെ. അതുപോലെ ചിലർക്ക് ഈ ഭയം തോന്നുമ്പോൾ ദേഷ്യം വന്നേക്കാം, ചെറുതായിട്ടൊരു ദേഷ്യമൊക്കെ വരാം, ചെറിയൊരു പേടിയൊക്കെ വരുമ്പോഴും ദേഷ്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അരക്ഷിതാവസ്ഥ. അരക്ഷിതാവസ്ഥ എന്ന് പറയുമ്പോൾ അധികം ഈ ഇത് വരുന്നത് ഈ ആരും നോക്കാനൊന്നും ഇല്ലാത്ത കുട്ടികളില് എനിക്ക് ദേഷ്യം കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് അല്ലെ. എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവഗണന എന്ന് പറഞ്ഞ ഒരു ഇതില് വരുന്നതാണ് ഈ അരക്ഷിതാവസ്ഥ. ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ ഹോർമോണിന്റെ ചേഞ്ച് വരും. അപ്പോഴൊക്കെയാണ് ദേഷ്യം കൂടുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുവെ ദേഷ്യം കൂടും. അത് കുറച്ച് പ്രായമുള്ള ആൾക്കാരും അവർക്ക് അവർ വിചാരിച്ച പോലെ നടക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാതെ മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ദേഷ്യം കൂടും. നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊന്നും അവർക്ക് ആയില്ല, പോരാ എന്നൊരു തോന്നലും, അവരെ നോക്കാനും ശ്രദ്ധിക്കാനും ചെയ്യുന്നവരോട് ദേഷ്യപ്പെടുന്നു. അതൊരു സാധാരണ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് പോകണ്ട. അത് അവരുടെ ശരീരത്തിൽ നടക്കുന്ന, അവരുടെ മനസ്സിൽ നടക്കുന്ന ഒരു ചേഞ്ച് ആണ്. അവർക്കെന്നല്ല, അതെല്ലാവർക്കും ഒരു തലവേദന വന്നാൽ തന്നെ നമ്മുടെ ദേഷ്യം കൂടും. അപ്പൊ ഇതാണ്, ശരീരത്തിൽ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ ദേഷ്യം കൂടും. പിന്നെ ഉറക്കക്കുറവുണ്ടായിരുന്നു, അപ്പോഴും നമുക്കൊരു ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഹോർമോൺ ചേഞ്ച്, പിന്നെ നമുക്ക് പോഷകാഹാരക്കുറവ്. പോഷകാഹാരം വേണമെന്നൊന്നുമില്ല, നമുക്ക് സമയത്ത് ആഹാരം കിട്ടിയില്ലെങ്കിൽ തന്നെ എന്താ അവസ്ഥ, നന്നായിട്ടൊന്ന് വിശന്നാല് അപ്പൊ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും തോന്നില്ല അല്ലെ. അത് കുറച്ച് ദേഷ്യത്തിന് ആയിരിക്കും. അപ്പൊ ഭക്ഷണം കിട്ടാതിരിക്കുക, ഉറക്കക്കുറവ്, ഹോർമോൺ ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ദേഷ്യം കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന്.
പിന്നെ സാമൂഹിക രംഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ അല്ലെ, സമൂഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വന്നേക്കാം. അതുകൊണ്ടാണ് ഈ പാർട്ടി ബേസിലൊക്കെ അല്ലെ എന്തെല്ലാം വിളിച്ചു പറയണ് ചെയ്യണ് അക്രമങ്ങളൊക്കെ നടക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ, സാമൂഹികമായിട്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രതീക്ഷ പോലെ അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ദേഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. അതുപോലെ ഒരു മത്സര മനോഭാവം അല്ലെ, മറ്റുള്ളവരെ മത്സരിച്ച് തോൽപ്പിക്കണം, ഞാൻ ജയിക്കണം, ഇങ്ങനെയുള്ള മനോഭാവമുള്ളവർക്ക് ആ വിചാരിച്ച ജയം കിട്ടിയില്ലെങ്കിലും അവർക്കൊക്കെ ജീവിതത്തിൽ ഭയങ്കര ദേഷ്യം വരാൻ കാരണമാണ് ഇതൊക്കെ എന്നാണ് പറയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ദേശത്തിന്റെ കാരണങ്ങൾ നോക്കിയില്ലേ. ഇനി എന്തൊക്കെയാണ് നമുക്ക് ദേശത്തിന്റെ ഫലങ്ങൾ എന്ന് നോക്കാം. എന്തൊക്കെയാണ്? നമ്മളെ ബന്ധം തകരും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളെ ബന്ധങ്ങളൊക്കെ തകരും. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ എന്താണ്, ചെറിയ ഒരു ദേഷ്യത്തിന്റെ ഇതില് ഒരു ചെറിയൊരു വാക്കിന്റെ കാര്യത്തിലൊക്കെയാണ് പല ബന്ധങ്ങളും തകരുന്നത് അല്ലെ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം നിസ്സാരമായിരിക്കും, അതിന്റെ പ്രശ്നം ഗുരുതരമായിരിക്കും. അപ്പൊ ബന്ധങ്ങൾ തകരാന് അവിടെ നമ്മൾ ഒരു വാക്കോ ചിലപ്പോൾ ഒരു സമയമോ ഒന്നും മിണ്ടാതിരിക്കുകയോ ഒന്ന് അതിന് മറുപടി പറയാതിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാം, ആ ബന്ധം തകരാതെ പിടിച്ചു നിൽക്കാം. അതുപോലെ ബന്ധം തകരാന് പിന്നെ നമ്മുടെ ഹെൽത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുന്ന, BP കൂടും, ഹൈ BP ആയിരിക്കും തീരെ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾക്കാർക്ക്. അവർക്ക് ഹൃദയാഘാത സാധ്യത ഉണ്ടാവും, ടെൻഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ ദേഷ്യം കൊണ്ട് വരും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചിലർക്ക് ജോലിയിൽ തന്നെ എത്തും നേരം ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരാൾക്കാണെങ്കിൽ അയാളുടെ ജോലി നഷ്ടപ്പെടാനും ജോലിയിൽ പരാജയം വരാനും ഒക്കെ അതൊരു കാരണമാവും. അതുപോലെ ഈ ജോലിയുടെ അവരുടെ ഉൽപാദനക്ഷമതയൊക്കെ നമുക്ക് കുറയും അല്ലെ, നമ്മുടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ. പിന്നെയോ ചില സമയത്ത് ദേഷ്യം നമുക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരും അല്ലെ. ചില സമയത്ത് അത് നിയന്ത്രിക്കാൻ പറ്റണം. എപ്പോഴും ദേഷ്യമില്ലാത്ത എല്ലാ സമയത്തും നമ്മൾ ഒരു പാവങ്ങളായിരുന്നു കൊടുക്കേണ്ട അവസ്ഥയില്ല. ചില സമയങ്ങളിൽ നമ്മൾ ചെറുതായിട്ട് ദേഷ്യം കാണിക്കേണ്ടി വരും അല്ലെ. അത് എന്താന്ന് പറഞ്ഞാല് നമ്മളൊരു രാജ്യത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നടക്കുന്നത് കാണാം, ഒരു അനീതി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്, അവിടെ നമ്മൾ ചെറുതായിട്ട് ദേഷ്യപ്പെടേണ്ടി വരും. സമൂഹത്തിലാണേലും വീട്ടിൽ ഭാര്യയോടാണ്, മക്കളോട്, ഭർത്താവിനോട്, എല്ലാവരും ആവശ്യത്തിനുള്ള ഒരു ദേഷ്യം നമ്മൾ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. തീരെ താഴ്ന്നു കൊടുത്താൽ, എന്ത് കാര്യത്തിനും താഴ്ന്നു കൊടുത്താൽ നമ്മുടെ തലയിൽ കയറാൻ അത് മതി. അപ്പൊ ചില സമയങ്ങളിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം ദേഷ്യം. അത് എവിടെ വേണം, എങ്ങനെ വേണം, എത്ര സമയം വേണം, അതിന്റെ അളവ് എത്ര വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെട്ടേ മതിയാവും അല്ലെ. ഇപ്പോ നമ്മുടെ രാജ്യങ്ങളിലുള്ള ചില അക്രമങ്ങൾ, അനീതികൾക്കൊക്കെ എതിരെ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതൊക്കെ അവരുടെ ഉള്ളിൽ ഇത്തരം ഒരു ചെറിയ ദേഷ്യം കാണുമ്പോൾ നമുക്കത് പ്രതികരിക്കാൻ തോന്നും. അല്ലെങ്കിൽ എന്ത് അക്രമം കണ്ടാലും ഒരു പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു സമൂഹം അത് ഒരു രാജ്യത്തിനും നല്ലതല്ല. ഈ രാജ്യത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ച് ഈ അവസ്ഥയിലാക്കിയത് കണ്ടിട്ടാണ് ഗാന്ധിജിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ് അല്ലെ നമുക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയത്. അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ദേഷ്യം ആവശ്യമുള്ളിടത്ത് വേണം. അപ്പൊ നമുക്ക് ദേഷ്യം വേണ്ടതും വേണ്ടാത്തതും അതിന്റെ കാരണങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയില്ലേ. ഇനി ദേഷ്യം നിയന്ത്രിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം? എന്തൊക്കെയാണ്? നമ്മള് ശ്വസന വ്യായാമം എന്ന് പറയില്ലേ. നമുക്ക് നന്നായിട്ട് ദേഷ്യം വരുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു, അതുപോലെ ശ്വസനത്തിൽ ശ്രദ്ധിക്കാണ്. 4 സെക്കൻഡ് നന്നായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, 6 സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു വെക്കുക, 8 സെക്കൻഡ് പുറത്തേക്ക് ഇൻഹേൽ ചെയ്യുക. ദേഷ്യം വരുമ്പോ ചിലപ്പോൾ നമുക്ക് പറ്റിയൊന്നും വരില്ല, എന്നാലും നമ്മളത് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ സ്ഥലം മാറും, അതൊരു നല്ലൊരു കാര്യം. ദേഷ്യം വരുന്നത് നമ്മളൊരു പ്രത്യേക സ്ഥലത്താണ്, അവിടെ ഒരു കാര്യം നടക്കണം, ഒരു സംസാരം നടക്കുകയാണ്, അവിടെ നമ്മൾ നിന്നാലും നമ്മൾ അതിൽ ഇൻവോൾവ് ആവും. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് വരും. അത് നമുക്ക് അറിയുന്നെങ്കിൽ എന്താണ്, ആദ്യമേ നമ്മൾ അവിടെ സ്ഥലം മാറിയിരിക്കും. ഇപ്പോ ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ, എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇതിലുണ്ടോന്ന് കയറിയിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അവര് വലിയ കുട്ടികളായിരുന്നുകൊണ്ട് എപ്പോഴും
വീട്ടിലെ പ്രശ്നങ്ങളാണ് അവർക്ക് പറയാനുണ്ടാവുക. അപ്പോ ഭർത്താവിന്റെ ഉമ്മയായിട്ട് അങ്ങനെ മറ്റുള്ള ഭർത്താവിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ അവര് വന്നിങ്ങനെ പറയും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മളെ നിയന്ത്രിക്കാനേ അവിടെ പറ്റുള്ളൂ. അപ്പോ വീട്ടിലിപ്പോ ഭർത്താവിന്റെ ഉമ്മയാകട്ടെ, നിങ്ങളും എന്തെങ്കിലും സംസാരത്തിന് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, അത് നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, അവര് അധിക കുട്ടികളും സ്കൂട്ടറിലാണ് ക്ലാസ്സിന് വരിക. അതേപോലെ നിങ്ങൾ സ്കൂട്ടറിലാണ് ക്ലാസ്സിന് വരുന്നത്, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ട്, ലൈസൻസ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, നിങ്ങൾ ശരിയായ റൂട്ടിലൂടെയാണ് ശരിയായ സൈഡിലൂടെയൊക്കെയാണ് റോഡിലൂടെ വരുന്നത്, ഒരു പ്രശ്നവും നിങ്ങളെടുത്തില്ല. പക്ഷെ നിങ്ങൾ എന്ന് രാവിലെ സ്കൂട്ടറിൽ വരുമ്പോൾ അപ്പുറത്ത് നിന്ന് എന്നൊരു ട്രക്ക്, വലിയൊരു ട്രക്ക് ഓപ്പോസിറ്റ് നിന്ന് വരികയാണ്. ഈ ട്രക്കിന്റെ ഡ്രൈവറിന്റെ അടുത്ത് ചിലപ്പോ ഇല്ല, അയാൾ മദ്യപിച്ചിട്ടുണ്ടാകും, ചിലപ്പോ ഉറങ്ങുന്നുണ്ടാകും, ട്രാഫിക് നിയമങ്ങളും ഡ്രൈവിംഗ് നിയമങ്ങളൊന്നും പാലിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ എല്ലാ തെറ്റും അയാൾക്കുണ്ടെന്ന് വിചാരിച്ചു, അയാൾ നേരെ റോങ് സൈഡ് കൂടിയാ വരുന്നത്, നമ്മൾ പോകുന്ന സൈഡിലൂടെ തിരിച്ച് അയാളും വരിക. എന്തുണ്ടാവും, ഈ സ്കൂട്ടിയും ഈ ട്രക്കും തമ്മിൽ ഇങ്ങോട്ട് വരിക. നമ്മളടുത്ത് എല്ലാം ശരിയാ, ഒരു കുറ്റവുമില്ല, ഒക്കെ ട്രക്കിന്റെ അടുത്താണ് കുഴപ്പം. പക്ഷെ സ്പീഡ് രണ്ടാളും വന്നാൽ എന്താവും അവസ്ഥ, അത് കൂട്ടിയിടിച്ചാല് ആർക്കാണ് അവിടെ പ്രശ്നം പറ്റുന്നത്? സ്കൂട്ടറിനാണോ ഈ വലിയ ട്രക്കിനാണോ പ്രശ്നം പറ്റുന്നത്? നിങ്ങളൊക്കെ ഉറങ്ങിയോ? നമുക്ക് സ്കൂട്ടറുകാർക്ക് സ്കൂട്ടറിന് അല്ലേ, സ്കൂട്ടർ പൊടിഞ്ഞു പോവും, ഒന്ന് പെറുക്കെടുക്കാൻ വേണ്ടി ഉണ്ടാവില്ല, ഒരു ട്രക്ക് വന്നിട്ട്. ടൂ വീലർ അതെ, സ്കൂട്ടർ തവിട് പൊടിയാവും. ഫസ്റ്റ് ദിവസം അങ്ങനെയായി. എന്നാൽ ഫസ്റ്റത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയാം അത് തട്ടിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. അപ്പോ ഈ ലോറി വരുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കും, ഹോൺ അടിച്ച് നോക്കും, ഒന്ന് സ്പീഡ് കുറച്ച് നോക്കും, എന്നിട്ടും മാറ്റില്ലാതെ ഇത് നമ്മുടെ നേരെ വരികയാണെങ്കിൽ നമ്മളൊന്ന് വെട്ടിക്കും. ചിലപ്പോൾ അത് പുറത്തെ കുഴിയിലേക്കോ റോഡ് സൈഡിലേക്കോ നമ്മളൊന്ന് മറിഞ്ഞെന്ന് വിചാരിക്കും, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആ ട്രക്ക് പോവുകയും ചെയ്യും, നമുക്ക് നമ്മളെ റൂട്ടിന് പോവുകയും ചെയ്യും, അല്ലെ? അടുത്ത ദിവസം ഇങ്ങനെ വരുന്നു, അന്നും നമ്മളെ സ്കൂട്ടർ അതിനോട് മുട്ടുമോ, നമ്മൾ മറിയോ? എന്താവും? അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കൂല്ലേ? നമ്മളെ ട്രക്കിനോട് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എന്നും ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഒരു ലോറിയോ വലിയൊരു ലോറിയോ നമ്മുടെ സ്കൂട്ടറിന് വണ്ടിക്ക് നേരെ വരികയാണെങ്കിൽ നമ്മൾ താനെ ആ സ്ഥലത്തെത്തുമ്പോൾ താനെ ഒന്ന് ഒഴിഞ്ഞു മാറും, നമ്മുടെ വണ്ടി ഒന്ന് വെട്ടി മാറ്റിയിട്ട് സൈഡാക്കിയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ കെയർഫുൾ ആകും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ നമ്മളൊന്ന് വെട്ടിച്ചു പോയാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാം എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മറ്റുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യത്തിനോ പ്രശ്നത്തിനൊക്കെ വരുന്നതാണെങ്കിൽ അവിടുന്ന് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറുക. അവരെ നന്നാക്കാനോ അവരെടുത്താണ് തെറ്റി എന്ന് തർക്കിക്കാനോ പോവേണ്ട ആവശ്യമില്ല. ആ സമയത്ത് 1 or 2 ദിവസം നമ്മൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെന്താ, താനേ നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ആവും. ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയല്ലേ, നമ്മുടെ കാറ് ശരിക്കും മാറ്റി ട്രക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സൈഡ് കൊടുത്തിട്ടൊക്കെ നമ്മൾ സുഖമായിട്ട് പോകും. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിനും പറ്റിയൊരു മാർഗാവുകയും ചെയ്യും അതല്ലേ. അല്ലാതെ നമ്മൾ അവിടെ തന്നെ നിന്നു, എന്താ നിന്റെ അടുത്ത് കാര്യമൊന്നുമില്ല അല്ലെ, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താവും? സ്ഥലം മാറാതെ നിന്നാല് അതിന്റെ മറ്റൊരു ഉദാഹരണം, ഒരു പാമ്പ് അതിങ്ങനെ എഴഞ്ഞു പോകുമ്പോ ഒരു നല്ല മൂർച്ചയുള്ള ഒരു കത്തിയുണ്ട്, ആ കത്തിന്റെ ഇതില് അതിന്റെ വാലിന്റെ ഒരു അറ്റൊന്ന് കൊണ്ടു, വാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അവന് ഭയങ്കര ദേഷ്യം വന്നു, ഈ കത്തി അവിടെ ഉണ്ടായിട്ടല്ല എന്റെ വാല് മുറിഞ്ഞത്, ഞാൻ എന്റെ വഴിക്ക് പോവല്ലേ, ഞാൻ കത്തിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വാല് മുറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, പാമ്പ് തിരിച്ചു വന്നിട്ട് കത്തിന്റെ തുമ്പില് ഒരു കൊത്തു കൊടുത്തു. അപ്പൊ എന്താണ്ടാവുക, മൂർച്ചയുള്ള കത്തിക്ക് പാമ്പ് കൊത്തിയാല് പാമ്പിന്റെ വായ മുറിഞ്ഞു, അതിലും വലിയൊരു മുറിയായി, ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങി. പാമ്പിന് ദേഷ്യം സഹിക്കാതെയായി, ഇങ്ങനെയുണ്ട് ഒരു കത്തി, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആദ്യം ഇങ്ങോട്ടല്ലേ വന്നത്, എന്നെ തട്ടിയിട്ടല്ലേ, എന്റെ വാല് മുറിഞ്ഞിട്ടല്ലേ ഞാൻ കൊത്തിയത്, അപ്പൊ വീണ്ടും മുറിയാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ പാമ്പ് എന്ത് ചെയ്തു, നന്നായിട്ട് കത്തിയില് പാമ്പ് എന്താ ചെയ്യാ ചുറ്റും അല്ലെ, എന്തിനും കിട്ടി അതിനെ കെട്ടി പിരിഞ്ഞ് മുറുക്കി ഇടും. അപ്പൊ എന്താവും, ഒരു മൂർച്ചയുള്ള കത്തിയിൽ പാമ്പ് അതിന്റെ ശരീരം കെട്ടി വരിഞ്ഞ് മുറുക്കി എന്തുണ്ടാവും? പാമ്പിന്റെ കാര്യം തീരുമാനമായി. പാമ്പിന്റെ കാര്യം തീരുമാനമായി, കത്തിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല അല്ലെ. ആ കത്തിയുടെ ആ മൂർച്ചയിൽ അപ്പോഴും നിൽക്കും,
പാമ്പ് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് പാമ്പിന്റെ ജീവൻ തന്നെ പോവാൻ അത് കാരണമാവും. അപ്പൊ ഇതാണ് ദേഷ്യം എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാ ഞാൻ എൻ്റെ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. നമുക്ക് ദേഷ്യം വരുന്നത് നമ്മുടെ തന്നെ നഷ്ടത്തിന് കാരണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലം ഇപ്പൊ ദേഷ്യം വേണ്ടത് എപ്പോഴാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതാണ് നമുക്ക് ദേഷ്യം കുറക്കാനുള്ള ഏറ്റവും നല്ല, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി. പിന്നെ നമ്മൾ ഇതേപോലെ ധ്യാനം, യോഗ, മനസ്സിനെ ശാന്തമാക്കുക, അതൊക്കെ ചെയ്യുക അല്ലെ, ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോ മുഹമ്മദ് നബി ഞങ്ങളെ ഇതിൽ പറയുന്ന നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു വുളു ചെയ്യാന്ന് പറയും, കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട്. അങ്ങനെ നമ്മളൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകുക ദേഷ്യം വരുമ്പോ. അതുപോലെ ചില പറയും എണ്ണുക, 10 എന്നിട്ട് അടിയിക്കേണ്ട 10, 9, 8 അങ്ങനെ താഴോട്ട് എണ്ണ, ഡിസ്റ്റൻസ് ഓർഡറിൽ എണ്ണ. ഇതൊക്കെ നമ്മുടെ ദേഷ്യം കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, മതിയായ ഉറക്കം നമുക്ക് വേണം. എന്തൊക്കെ വന്നാലും നമ്മുടെ ഉറക്കിനെ കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ പോകരുത്. അത് ആവശ്യത്തിനുള്ള 6-7 മണിക്കൂർ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഉറക്ക് കിട്ടണം. അതുപോലെ നമ്മളെ ഭക്ഷണ കാര്യങ്ങൾ, നമ്മളെ വ്യായാമ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകരുത്. ഇതൊക്കെ നമ്മുടെ അറിയാതെ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ തന്നെ നമ്മുടെ ഒരു ഉള്ളില് വേണ്ടാത്ത ചില ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. അങ്ങനെ നമ്മളൊരു ദേഷ്യമുള്ള ഒരു ആർക്കും പറ്റാത്ത ഒരു വ്യക്തിയാവാൻ അത് മതി കാരണം. പിന്നെ അതുപോലെ എന്താണ്, നമ്മൾ ക്ഷമിക്കുക അല്ലെ, മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമയാണ്. കോപം വരുന്നതൊക്കെ എന്താണ്, ക്ഷമ ഏതിന്റെ ആദ്യ പടിയിൽ വേണമെന്നാണ് അല്ലെ. അപ്പൊ ഒരു കോപിക്കാൻ, നമ്മളോട് ദേഷ്യപ്പെടാനൊക്കെ വരുന്ന ഒരാളോട് നമ്മൾ ക്ഷമിച്ചു നിന്നാൽ പോട്ടേടാ സാരല്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് ദേഷ്യം പെടുന്ന ആളോട് നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ച് സമാധാനിപ്പിക്കാൻ ചെന്നാലും അത് വലിയൊരു പൊട്ടിത്തെറി ഒഴിവാക്കാനും അവിടെ നിൽക്കാനും ഒക്കെ നമുക്ക് മതിയാവും. അതുകൊണ്ട് ക്ഷമ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ വേണം. പിന്നെ എന്താണ് വേണ്ടത്, ആത്മപരിശോധന നടത്തണം. ഇനിയിപ്പോ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ദേഷ്യപ്പെട്ടു. നമ്മളൊരു തണുത്തിരിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഞാനിപ്പോ ദേഷ്യപ്പെട്ടത്? അതുകൊണ്ട് എനിക്ക് വലിയ കാര്യം ഉണ്ടായോ? ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം ആയിരുന്നു അപ്പോ അല്ലെ? ഈ ദേഷ്യം കൊണ്ട് എനിക്ക് എന്താ സംഭവിച്ചത്? ഇങ്ങനെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്താം. ഒരിക്കലും ഒരു ഭർത്താവ് അയാള് ഭാര്യയോട് എപ്പോഴും ദേഷ്യപ്പെടുന്നു. അപ്പൊ കുറച്ച് പിന്നെ ആ ദേഷ്യമൊക്കെ തീർന്ന് നല്ല സ്വഭാവത്തിലാവുമ്പോ സോറി പറയും. ഇത് ഭാര്യക്ക് ഭയങ്കര സങ്കടം വന്നു. അതിലൊരു ദിവസം ഭാര്യ എന്ത് ചെയ്തു, നല്ല സന്തോഷത്തിൽ നല്ല സമയത്ത് ഇരിക്കുമ്പോ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ ഇതില് നിങ്ങളൊരു ആണി അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിന്റെ പലകയും കുറച്ച് ആണി എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ ദേഷ്യം വരുമ്പോഴും നിങ്ങൾ ഈ മരപ്പലകയിൽ ഓരോ ആണി അടിക്കണം. എന്നിട്ട് നിങ്ങളുടെ ദേഷ്യം തീർന്ന് നിങ്ങൾ എന്നോട് സോറി പറയാൻ വരുന്ന ആ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ആണികളൊക്കെ പറിച്ചെടുക്കുകയും വേണം എന്ന് പറയാം. അങ്ങനെ ഇയാൾക്ക് ദേഷ്യം വരുമ്പോൾ ഇയാൾ അതില് ആണി അടിച്ചു വെക്കും, ദേഷ്യം കുറയുമ്പോൾ അത് പറിച്ചിടും. ഇങ്ങനെയായി അവസാനം ഭാര്യ എന്ത് ചെയ്തു, ഈ പലക എടുത്തിട്ട് ഈ ഭർത്താവിനെ കാണെ അതിന് ചെറിയൊരു തട്ട് കൊടുത്തു. ആ പലക ഒടിഞ്ഞ് അതിന്റെ വലക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് ഒറ്റ തട്ട് തന്നെ അത് ഒടിഞ്ഞുപോയി. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യമായിട്ട്, നോക്കൂ, പരാതി പറഞ്ഞ ദേഷ്യം വരും. അതെ, പരാതിയാണ് എല്ലാ ദേഷ്യത്തിനും കാരണം. ജസ്റ്റിന മാം, താങ്ക് യു. അപ്പോ ഒറ്റ തട്ടിൽ തന്നെ മുറിഞ്ഞു പോയല്ലേ. അപ്പൊ ഭാര്യ പറയാണ്, ഇതാണ് നിങ്ങൾ ഓരോ കാര്യത്തിന് ദേഷ്യപ്പെടുമ്പോഴും അതെന്റെ മനസ്സിൽ ഓരോ ആണിയായി തറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അത് സോറി പറഞ്ഞ ആണി പറിച്ചെടുത്താലും അതിന്റെ ഹോളുകൾ വീണ് 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 എന്റെ മനസ്സ് തീരെ എന്തിനാ അതിന്റെ ഉറപ്പൊക്കെ നഷ്ടപ്പെട്ട് ബലമില്ലാത്തൊരവസ്ഥയിൽ വരികയാണ് എന്നാണ് ഭാര്യ ഒരു ഉദാഹരണ സഹിതം, കഥ സഹിതം ഭർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ദേഷ്യത്തിന്റെ കാര്യം അല്ലേ. അപ്പൊ എന്താണ് നമ്മള് ഇപ്പൊ ഇതുവരെ ചർച്ച ചെയ്തൊക്കെ, ദേഷ്യം എന്താണ്, ഒരു വികാരമാണ്, ഒരു സ്വാഭാവിക വികാരമാണ്, എല്ലാവർക്കും ഉള്ള ഒരു വികാരം. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം അല്ലെ. ദേഷ്യം വരുമ്പോ നമ്മള് ചാടിക്കേറി അങ്ങോട്ട് പോകണോ, അതോ ഇത്തിരി ആലോചിച്ചിട്ട് അവിടെ അത് ചെയ്യണം, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാം. നമ്മുടെ നിയന്ത്രണത്തിലാണ്. ദേഷ്യം നമ്മളെ നിയന്ത്രിക്കരുത്, നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്നാണ് അല്ലെ. നിന്റെ ദേഷ്യത്തെ നീ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ്, ദേഷ്യം നിന്നെ നിയന്ത്രിക്കുമെന്നാണ്
പറയുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദേഷ്യം കൊണ്ട് ഒരു ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാഹചര്യം, അതുകൊണ്ട് ഒരു പ്രശ്നം കുറഞ്ഞ എന്തെങ്കിലും ഒരു സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അനീസ മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ജസീന മാം പറഞ്ഞോളൂ. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ടാവുന്ന ദേഷ്യം ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും വളരെ ഒരു വെറൈറ്റി ദേഷ്യമാണ്. അതായത് ഈ ചായ കുടിക്കുമ്പോഴില്ലേ, ചായ കുടിക്കുമ്പോൾ ഉണ്ടാവണ ഒച്ച, അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇറിറ്റേഷനാണ്. അതെ, മറ്റുള്ളവര് കുടിക്കുന്ന ഈ സൗണ്ട് ഉണ്ടല്ലോ, അത് അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പൊ ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യും. അതെ, അല്ലാതെ അവരുടെ സൗണ്ട് ഇല്ലാതെയൊക്കെ നമുക്ക് പറ്റില്ല. ഇല്ല, നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കുമ്പോ എനിക്ക് ആകെ ഉള്ളൊരു ദേഷ്യം എന്ന് പറയുന്നത് അക്കാര്യത്തിലാണ്, ഇപ്പൊ കൺട്രോൾ കിട്ടാത്തത്. പക്ഷെ ഞാൻ വിചാരിക്കും അങ്ങനെ പാടില്ല, നമ്മൾ നിന്നിട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമെങ്കിലും എനിക്ക് സാധിക്കാത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ സ്കിപ്പ് ചെയ്തു പോകുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇതാണ് അല്ലെ, ദേഷ്യത്തിന്റെ സാഹചര്യങ്ങൾ പലതാണ്. ഇപ്പൊ ജസീനാമ്മ പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കുമ്പോ ഒരു സൗണ്ട്, നമുക്കത് ഇറിറ്റേഷൻ ആവാം, പക്ഷെ അവരോടത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുക. ഇതാണ് ദേഷ്യം കുറക്കുക. അതുപോലെ ഒരു പോസിറ്റീവ് തോട്ട്, നമ്മൾ നേരെ പറഞ്ഞു അല്ലെ, ക്ഷമിക്കുക. ക്ഷമയിൽ അതിലൊരു ഈഗോ ഒന്നുമില്ല. നമ്മളൊന്ന് തോറ്റു കൊടുക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കുക. അത് തോൽക്കുന്നത് എന്തിന്? ഒരു വലിയൊരു പ്രശ്നം, ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം കളയുന്ന ഒരു കാര്യം ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ തോൽക്കുന്നത് എന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല. തോൽക്കേണ്ടിടത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് തോറ്റു കൊടുക്കുക, സോറി പറയുക. ഒരു പ്രശ്നം നമ്മുടെ അടുത്ത് വന്നാൽ നമ്മളറിയാതെ, ചിലപ്പോൾ സാഹചര്യങ്ങളാണ്, മനുഷ്യരാണ്, സാഹചര്യം മൂലം വന്നു എന്ന് വിചാരിക്കും. അപ്പോ എന്തെങ്കിലും ഒരു ദേഷ്യം, പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അതിന് സോറി പറയാം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് ചീത്ത വിളിക്കാതിരിക്കുക പരസ്പരം. ദേഷ്യം വരുമ്പോ ഒതുക്കി അവിടെ നിർത്താൻ പറ്റുമോ നോക്കുക. പരസ്പരം ചീത്ത വിളിച്ചിട്ട്, ഇപ്പൊ ഭർത്താവിനെ ആവട്ടെ, ഭാര്യ ആവട്ടെ, കുട്ടികളെ അവിടെ ആവട്ടെ, അമ്മമാര് കുട്ടികളെയൊക്കെ വിളിക്കാത്ത വാക്കുണ്ടാവുകയും, ഇപ്പൊ കുറെയൊക്കെ ശരിയായിട്ടുണ്ട്, എന്നാലും ചില വീടുകളിലൊക്കെ എല്ലാ വാക്കുകളും വിളിച്ചിട്ടൊക്കെ ആവും ചീത്ത പറയാം അല്ലെ. അപ്പൊ അത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ സാധനങ്ങൾ, കൈ കിട്ടുന്ന സാധനങ്ങൾ വലിച്ചെറിയുക ദേഷ്യം വരുമ്പോ. ചിലരുടെ മൊബൈലുകളൊക്കെ എത്ര എണ്ണം മാറ്റേണ്ടി വന്നിട്ടുണ്ടാവും അറിയോ ദേഷ്യം വരുമ്പോ ഒറ്റയാറ്. അതുപോലെ നിസാര ഫുഡ് എന്നൊക്കെ ഒരു മുടിയൊക്കെ കിട്ടിയാൽ മതിയാവും, ഭക്ഷണത്തെ ഒറ്റ തട്ടായിരിക്കും. ഒരു ദേശത്തിന് ഒരു ഭക്ഷണത്തെ തട്ടാനോ ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കാനൊന്നും ആർക്കും ഇവിടെ ആരും അധികാരം തന്നിട്ടില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി, നമ്മള് പ്രിപ്പയർ ചെയ്ത്, നമ്മള് തയ്യാറാക്കിയ ഫുഡ് ആണെങ്കിലും അത് തട്ടിക്കളയാൻ ആർക്കും ഈ ലോകത്ത് അധികാരമൊന്നുമില്ല, ഒരു ദേശത്തിന്റെ മേലാണെങ്കിലും ഒക്കെ. അതുപോലെ ബന്ധുക്കളെ കുറ്റം പറയുക ദേഷ്യം വരുമ്പോ. അച്ഛനമ്മമാരെ വിളിക്കുക, ഓപ്പോസിറ്റ് ആളുടെ ഉമ്മാനെ ഉപ്പാനെ, നിന്റെ ഉമ്മ അങ്ങനെയാണ്, നിന്റെ അച്ഛൻ ഇതാണ്, അതുകൊണ്ട് അച്ഛനെ അങ്ങനെ അമ്മയെ അങ്ങനെ, പിന്നെ നീ ശരിയാവോ അല്ലെ? അതെ, രാജി പറയുന്നത് അച്ഛനെ അമ്മയെ, അത് പരസ്പരം കപ്പിൾസിന്റെ ഇടയിലാണ് വരിക. അപ്പൊ ഭാര്യ ഭർത്താവിനെ ആവട്ടെ, ഭർത്താവ് ഭാര്യയെ ആവട്ടെ, ഒരിക്കലും അച്ഛനമ്മമാരെയോ മറ്റു ബന്ധുക്കളുടെ പേര് അവരുടെ ആ തർക്കത്തിലേക്ക് വലിച്ചിടാതിരിക്കുക. തീരെ സഹിക്കാത്തൊരു കാര്യമായിരിക്കും അത്. നിന്റെ അമ്മ അങ്ങനെ, നിന്റെ അച്ഛൻ അങ്ങനെ എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ഉമ്മയെയോ ഉപ്പയെയോ കുറ്റം പറയുമ്പോ അത് എനിക്ക് സഹിക്കുന്നില്ലെങ്കിൽ അത് എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും ഒന്നും സഹിക്കില്ല. അപ്പൊ അത് പ്രത്യേകം നമ്മുടെ ഒരു വാക്ക് തർക്കത്തിലും എന്തിനു നടക്കണമെങ്കിൽ അവിടെ സാഹചര്യത്തിനനുസരിച്ച് എന്താണോ ഉള്ളത്, നിന്നെ വളർത്തിയവരുടെ കുഴപ്പമാണെന്നത്. നല്ല മക്കളാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർക്ക്, മക്കൾക്ക്. നന്നായി വളർന്നാല് എന്തെങ്കിലും ഒരു മോശം കണ്ടാൽ അത് പാരന്റ്സിന്. അങ്ങനെയാണ് ഇപ്പൊ വരുന്നത് അല്ലെ. അപ്പോ വളർത്തു ദോഷം നിന്റെ അമ്മയല്ലേ. ചിലപ്പോ എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു പറച്ചിൽ തന്നെ ഉണ്ടല്ലേ, അമ്മ വേലിയാടിയാൽ മകള് മതില് ചാടും. ഇതൊക്കെ ഇങ്ങനെ ഒരു പറച്ചില് വന്നതാണ്. കാരണം നമ്മുടെ തെറ്റ് ഒരിക്കലും നമ്മളെ പാരന്റ്സിന്റെ മേല് ഇടാൻ പറ്റില്ല. അത് നമ്മളവരുടെ ഓപ്പോസിറ്റിലുള്ള ആള് ഒരിക്കലും അവരുടെ പാരന്റ്സിനെ, അതുപോലെ നമ്മൾ സ്ത്രീകള് ഭാര്യമാര് ഏത് സമയവും ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയുടെ കുറ്റം പരമാവധി ഭർത്താവിനോട് പറയുന്നത് കുറയ്ക്കുക. അവര് നമ്മൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അത് അവർക്ക് അവരുടെ അച്ഛനെ അമ്മയെ ഏത് സമയം കുറ്റം പറയുമ്പോൾ അത് നമുക്ക് തിരിച്ചാലോചിച്ചാൽ മതി.
നമുക്ക് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ പാരന്റ്സിനെ പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. അതുപോലെയാണ് അങ്ങോട്ടും. അതുകൊണ്ട് എന്ത് പ്രശ്നം ദേഷ്യം വരുമ്പോഴും മറ്റുള്ള ആളുകളെ അതിലേക്ക് പേര് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ വരുന്നത് പഴയ കാര്യങ്ങൾ. സമയം ആയി തുടങ്ങിയിട്ടാ, നമുക്ക് നിർത്താം. പഴയ കാര്യങ്ങൾ എടുത്തിട്ടില്ലേ, ഇത് നമ്മൾ അപ്പോഴത്തെ ദേഷ്യം വരുമ്പോ എന്താണ്, മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കൊണ്ടുവരും. അല്ലെ, നീ അന്ന് അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ അങ്ങനെ തന്നെയാണ്, നീ നന്നാവൂല, ഇങ്ങനെയുള്ള കാര്യങ്ങളാവും എപ്പോഴും പറയാം. അത് നിങ്ങൾ കേട്ടിട്ടെന്ന് അറിയില്ല, ഒരു തമാശ കഥയാണ് കേട്ടോ. ഒരാള് ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയാം, ഞാൻ ഇന്ന് എന്റെ കൂടെ പഠിച്ച ഒരു ആൾ കണ്ടു. എന്നെ ജസ്റ്റ് ഒരു പേര് പറയാം, ബിന്ദുവിനെ കണ്ടു, എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവള്. അവളെന്നെ വഴിയിൽ വെച്ച് കണ്ട് ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇയാള് വെറുതെ ഒരു തമാശയിൽ പറഞ്ഞതാ, നോക്ക് അവൾക്ക് അന്നേ ഉണ്ടായിരുന്നു ഒരു പൊടിമീശ. ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ലേ, ചെറുതായിട്ട് മീശ ഉണ്ടാവും. അന്നേ ഉണ്ടായിരുന്ന ഒരു പൊടിമീശ, നല്ല ഭംഗിയുള്ള മീശയാണ് അത്, അത് ഇന്നും ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചു, എന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ തമാശ പറഞ്ഞതാണ് ഭാര്യയോട്. തമാശ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർന്നു. ആ പറച്ചിലൊക്കെ അവിടെ നിന്നു. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, മാസങ്ങൾ കഴിഞ്ഞിട്ട്, ഒരു ദിവസം ഈ ഹസ്ബൻഡിന്റെ കാല് മുറ്റത്തിറങ്ങിയപ്പോ ഒരു കല്ലിൽ കൊണ്ടു. അത് കൊണ്ട് വീണ് കല്ല് തട്ടി ചോരയൊക്കെ വന്ന് ഇതായി. അയാൾക്ക് അത് കെട്ടി ഓഫീസിലേക്കൊക്കെ പോകാൻ നേരം വൈകി. അപ്പൊ ഈ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ആ ബിന്ദുവിന്റെ പൊടിമീശ കണ്ട നിങ്ങൾക്ക് ഇത്രയും വലിയൊരു കല്ല് മുന്നിൽ കിടക്കുന്നത് കാണാൻ പറ്റിയില്ലേ? അപ്പൊ എന്തോ എന്നോ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിന് അതിനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചിടാൻ പാടില്ല, അല്ലെ? ചിലരൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, മുമ്പ് എന്താ നമ്മുടെ അടുത്ത് ചെറിയ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നീ അങ്ങനെ തന്നെ, നീ അന്നേ അങ്ങനെ. പ്രത്യേകിച്ച് സ്ത്രീകൾ മറക്കില്ല, ശരി, അത് സ്ത്രീകളാണ് ഓർത്ത് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ബിന്ദുവിന്റെ മീശ എന്ന് പറയുന്നത് അത് വെറുതെ എല്ലാവരും പറയുന്ന ഒരു കഥയാട്ടോ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു. അപ്പൊ ഓർത്തോർത്ത് പറയാ, നിങ്ങൾ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അന്ന് അത് ചെയ്ത ആളല്ലേ നീ, അപ്പൊ ഇന്ന് ഇങ്ങനെ ചെയ്യും, അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സാഹചര്യത്തെ അങ്ങ് വഷളാക്കും. അപ്പൊ അതും ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഒരു 5-6 ടൈം നമ്മൾ ഏറെ എടുത്തു. ഇനി നിങ്ങളുടെ ടൈമിനെ ഞാൻ അപഹരിക്കുന്നില്ല. അപ്പൊ നമുക്ക് നിർത്താം, അല്ലെ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂട്ടാനോ കുറക്കാനോ ഉണ്ടെങ്കിൽ പറയാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അനീസ മാം, ആദ്യം തന്നെ പറയട്ടെ, ഓക്കെ, ബിന്ദുവിന്റെ മീശ നോക്കിയത് ശരിയായില്ല. അത് അച്ഛന അത് വെറുതെ ഒരു തമാശയിൽ പറഞ്ഞതാവും. പക്ഷെ അല്ല, എന്നാലും അത് ശരിയായില്ല. അല്ല, അതവിടെ നിൽക്കട്ടെ, അതെ ഞാനൊരു തമാശക്ക് അതെ, അത് പറഞ്ഞതാണ്. ശരിയായിട്ടില്ല എന്തായാലും. അതെ അതെ, ശരിയായില്ല. ഇത്രയും പക്ഷെ വലിയ കല്ല് കാണാൻ വയ്യ, ബിന്ദുവിന്റെ പൊടിമീശ കാണാൻ വയ്ക്കും അല്ലേ? അത് ഞങ്ങൾ സമ്മതിക്കൂല. അനീസ മാം, വിഷയം വളരെ നല്ല ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ തൊട്ടും മനസ്സിൽ ചിന്തിക്കേണ്ടതും നമ്മൾ തിരുത്തേണ്ടതുമായിട്ടുള്ള നമ്മുടെ ഒരു സ്വഭാവമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഈ ദേഷ്യത്തിന്റെ കാര്യം പറയുമ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് ദേഷ്യമാവും, പെട്ടെന്ന് കൂളാവും. പക്ഷെ പെട്ടെന്ന് എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ പല ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഞാൻ പറയാം, ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടു മൂവ് ഔട്ട് എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ മനസ്സിലാവുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആവുക, വേറെ എവിടെയെങ്കിലും പോയിരിക്കുക, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ നിന്ന് അതിങ്ങനെ ദേഷ്യം ഇങ്ങനെ കൂടി 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 നമുക്കത് അങ്ങോട്ട് ഒരു ലെവല് കടന്നാൽ പിന്നെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന കൗണ്ടിങ് ടെക്നിക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ശ്വാസം എടുക്കാനോ, ശ്വാസം പോയിട്ട് മുമ്പിലുള്ള ആളുടെ ശ്വാസം കളയാനേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള ട്രിക്സേ അല്ല. ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും വായിക്കാറുണ്ട്. ദേഷ്യം വരുമ്പോൾ കൗണ്ട് ചെയ്യുക, 100 താഴോട്ട് കൗണ്ട് ചെയ്യണ ആള് 1 വരെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചീത്ത വിളിക്കും. സി, ആ ഒരു സ്പേസിൽ ആ നെഗറ്റീവ് എനർജിയിൽ നിന്നാൽ ഫോർ ഷുവർ നമ്മൾ റിയാക്ട് ചെയ്യും, ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ. അപ്പൊ എപ്പോഴും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഷ്യം വരുന്നൊരു സിറ്റുവേഷൻ ആണ്, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒന്നും വേണ്ട, പോയി തുണി മടക്കി വയ്ക്കുക, അലക്ക്, എന്തെങ്കിലും ചെയ്തോ.
ആ സ്പേസിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി മാം പറഞ്ഞതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഫാമിലി റിലേഷനിൽ ഏറ്റവും വലിയ പ്രോബ്ലം വരിക എന്താണെന്ന് വെച്ചാൽ ഈ ഫാദറിലോ മദറിലോ ആയിട്ടുള്ള കമ്പാരിസൺ, അവർ പറയുന്ന പ്രശ്നങ്ങളും എല്ലാം ആണ്. നമ്മളതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും മറ്റൊരു സ്ഥലത്തുനിന്ന് വരുന്ന വ്യക്തിയാണ്. നമുക്ക് എന്തൊക്കെ യോജിക്കാൻ പറ്റിയ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. വേറെ വ്യക്തികളാണ്, പല സാഹചര്യത്തിൽ വളർന്നു വന്നവരാണ്. അപ്പം നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പം അത് ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. എത്രത്തോളം നമ്മളത് ഇഗ്നോർ ചെയ്യാൻ പഠിക്കുന്നോ അത്രത്തോളം പീസ് ഓഫ് മൈൻഡ് നമുക്കുണ്ടാവും. ഇതിൽ ജയം തോൽവിയല്ല, നമുക്ക് സമാധാനം വേണോ, നമ്മൾ അത് ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. അത് വേറെ വ്യക്തികളാണ്, വേറെ രീതിയിൽ ജീവിച്ചവരാണ്, വേറെ കൾച്ചറാണ്. നമുക്കും അതുപോലെ ഉണ്ട്. നമ്മുടെ കാര്യങ്ങളും അവർക്ക് മിസ്ഫിറ്റ് ആയിട്ട് തോന്നും. അത് ആദ്യം തുടക്കത്തിലേ നമ്മളത് മനസ്സിലാക്കിയാൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഭാഗം ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാവില്ല. ഈ 2 കാര്യങ്ങൾ മാം പറഞ്ഞതിൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്യണമെന്ന് തോന്നി. ഓവറോൾ ക്ലാസ് വാസ് വെരി ഗുഡ്. ടോപ്പിക്കാണ് ഹൈലൈറ്റ്. പിന്നെ അത് പറഞ്ഞു തന്ന രീതി, ഈ ഓൾ ദ എക്സാമ്പിൾസ് വെയർ വെരി എന്താ പറയുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മാം ക്ലാസ് എടുത്തത്. താങ്ക് യു സോ മച്ച്. മാം, താങ്ക് യു. പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം. നമുക്ക് നിർത്താം അല്ലേ? സജന മാം, വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ. താങ്ക് യു. Thank you, ma'am.